ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാം നമുക്കിന്ന്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അരി കുതിർത്ത് വെച്ചതാണ്. എന്തരി? നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുക്കലരിയാണ് കേട്ടോ ഇത്. നമ്മൾ ചോറൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ലേ റേഷൻ കടയിലെ അരി, അങ്ങനത്തെ അരിയാണ് ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അരി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3-4 മണിക്കൂർ, ഒരു 5 മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അരക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, നമ്മൾ പച്ചരി പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ നൈറ്റ് നിങ്ങളിത് വെള്ളത്തിലിട്ട് വെക്കുക. നമ്മളുടെ അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/2 കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ഞാൻ 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തു വെച്ചതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് വറ്റൽ മുളകാണ് കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 പീസ് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറച്ച് ടൈറ്റായിട്ടാണ് ഈ മാവ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണമെന്നില്ല, ചെറുതായി ഇങ്ങനെ തരി വരുന്ന രീതിയിൽ അരച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾ അരച്ച് ആ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് അരച്ച ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉപ്പൊന്ന് നന്നായി ഇതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾ ഇതിനെ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ദോശമാവിൻ്റെ പോലെ നന്നായി അരയേണ്ട, എന്നാൽ അരി കടിക്കാനും പാടില്ല. അപ്പോൾ നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി കുറച്ച് അരി കൂടെ അവിടെ ഉണ്ടായിരുന്നു അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അരച്ചപ്പോൾ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10-15 പീസ് വരെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ചെറിയ ഉള്ളി ചേർത്താൽ അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും. നമ്മളിതിലേക്ക് കറിയൊന്നും കൂട്ടാതെയാണല്ലോ ഈ ഒരു പലഹാരം കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ചെറിയുള്ളി വറ്റൽമുളകൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത്. നമുക്ക് ഈ ബാക്കിയുള്ള മാവും കൂടെ അരിയും കൂടെ അരച്ചെടുത്തിട്ട് ഈ മാവ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ നമ്മൾ മാവെല്ലാം ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കുന്ന പോലത്തെ പാൻ വേണമെന്നില്ല, ഇതുപോലത്തെ ഒരു ചെറിയ പാൻ മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. പാൻ നന്നായി ചൂടായി വന്നാൽ നമുക്കിതുപോലെ നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഇത് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇങ്ങനെ ക്രിസ്പിയായി വരുമ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഇതിൻ്റെ മുകളിലാക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴുള്ളൂ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ആയി വരിക.
അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗം അത്യാവശ്യം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് ക്രിസ്പിയായി വരട്ടെ. അപ്പോൾ കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലുള്ളൂ ഇത് നന്നായി നമുക്ക് കുക്കായി കിട്ടുക. അപ്പോൾ ഈ ഒരു അപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തതും ഏകദേശം ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും അത്യാവശ്യം നന്നായി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം ഉണ്ടാക്കിയെടുത്തത് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് ടൈമില്ലാത്തൊക്കെ സമയത്ത്, അതായത് നമ്മൾ എങ്ങടേലൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ തലേ ദിവസം കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല 4 മണിക്കും കുട്ടികൾക്ക് പലഹാരമായി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു.